ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പോൾ വീൽ ചെയറൊക്കെ പെട്ടെന്ന് തലേദിവസമല്ലേ വീഡിയോ കണ്ടിട്ടുള്ളത് എന്നൊക്കെ. അതൊരു പഴയ വീഡിയോ ആയിരുന്നു. ആക്ച്വലി ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ദേ ഇതാണ്. എന്താ സംഭവം എന്ന് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലാണല്ലോ നമ്മൾ സെൽഫ് കെയർ ഒക്കെ വീണ്ടും തുടങ്ങുന്നത്. നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും. അപ്പോൾ പിന്നെ ഏതായാലും ആരോഗ്യത്തോടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം കുറച്ച് ചിയാ സീഡും പിന്നെ ഞാൻ എടുത്ത് വയ്ക്കുന്നത് വന്നിട്ട് അറബിക് ഗം എന്ന് പറയും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ബദാം പിസിൻ കാണിച്ചിട്ടുണ്ടാവും, ആൽമണ്ട് ഗം. ഇതല്ല, ഇത് വേറെ തന്നെ ഒരു സാധനമാണ് അറബിക് ഗം എന്ന് പറഞ്ഞിട്ട്. അതും കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. ചിയാ സീഡും അതുപോലെ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്, വെറും വയറ്റിൽ കുടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. പിന്നെ അടുത്തത് എന്താ പറയുക, അതിന് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത്തിപ്പഴമാണ്. അത്തിപ്പഴം അതുപോലെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അത്തിപ്പഴം കഴിക്കുക, അതും നല്ലതാണ്. പിന്നെ 2 മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പുറപ്പാടാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ നിൽക്കാനും നടക്കാനും ഒന്നും പറ്റൂല. കാലിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിനെ കൊണ്ട് ആണ് ഞാനിപ്പോൾ വീൽ ചെയറിലിരിക്കുന്നത് കേട്ടോ. പിന്നെ തലേദിവസം കുറച്ച് വേറൊരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി കുട്ടികളെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടണം. എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സ്വാതന്ത്ര്യം കിട്ടിയൊരു സമയമായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ മൊക്കിലായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ദേ ഇച്ചു ബേബീൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചു ബേബീനെ ഒന്ന് റെഡിയാക്കി വിടണം കേട്ടോ. അപ്പോൾ ഇച്ചു ബേബി എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണോ, അമ്മ തല അടിച്ച് വീണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദേ കാലിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇച്ചു ബേബീൻ്റെ സ്കൂളിലും ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അവരുടെ കുട്ടികൾക്കെല്ലാം ഇതുപോലെയുള്ള പട്ടുപ്പാവടയൊക്കെ ഇട്ടിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇടയിൽ കൂടെ. ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഫീവർ ഉണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് ലീവ് എടുത്തു, പക്ഷേ പിന്നെ ലീവ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഓൾറെഡി ലീവ് ആയതുകൊണ്ട് തന്നെ എനിക്കിനി എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പനിയോടെ ഞാൻ മൺഡേ ആണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ കോളേജിൽ പോയി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നും വിചാരിച്ച് പോവാണ്. ഒരു 5 മിനിറ്റ് എന്തോ ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ ഇച്ചു ബേബിക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേ ചുച്ചുക്കുട്ടീനെയും റെഡിയാക്കിയിട്ടുണ്ട്. ഹെയ്സൂനും അതേപോലെ ഷർട്ടും മുണ്ടുമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഹെയ്സൂനും അത് ഇട്ട് കണ്ട സമയത്ത്. എന്നിട്ട് ഇവരെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് ഒന്ന് പോയി എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കാനും വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിൽ ഒരുപാട് പേര് എന്തിനും ഞാൻ തന്നെ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് ഫേക്കാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ അല്ലേ വിചാരിച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ HK വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഇല്ലേ, അത് വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലിങ് ഗ്ലൂട്ടാത്തയോൺ ബ്രാൻഡാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാനത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കൺസ്യൂം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരെണ്ണം എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക, ഇട്ട് കഴിഞ്ഞതും അതിങ്ങനെ പതഞ്ഞിങ്ങനെ വരും. അത് 2 ഫ്ലേവറായിട്ടാണ് കിട്ടുക, ഓറഞ്ചും കോളയുടെ കേട്ടോ. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഷുഗർ ഒന്നും ആഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ് കഴിക്കുന്നതായിട്ട് തോന്നൂല കേട്ടോ. പിന്നെ ഇതിൽ ഓരോ ടാബ്ലറ്റിലും 600 mg ഓഫ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ഇത് മറ്റ് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. അത് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ C,
വൈറ്റമിൻ ഇ ആൻഡ് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറവാക്കും, ഡാർക്ക് സ്പോട്ട്സിനൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, സ്കിൻ അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റനും അതുപോലെ നമ്മുടെ ഓവറോൾ ഗ്ലോ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ പിന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇതുപോലെയുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ സ്ത്രീകൾ മാത്രമാണ് എടുക്കേണ്ടത്, പുരുഷന്മാർക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പോലെ. പക്ഷെ അങ്ങനെയല്ല. HK വൈറ്റൽസ് ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്സ് വന്നിട്ട് നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡള്ളും ഡീഹൈഡ്രേറ്റഡും അൺഈവനൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് സൊല്യൂഷനാണ് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഇത് ഇൻക്ലൂഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ തന്നെ ആണെങ്കിൽ ഡെയിലി വ്ളോഗ് റൊട്ടീൻ പോലെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കും. കാരണം ഇതൊരു സപ്ലിമെൻറ്റ് പോലെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ ബ്രൈറ്റനും അതുപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറവാക്കി, ടാനിങ് ഒക്കെ കുറവാക്കി നല്ല ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ hkvitals.com കിട്ടും. അതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് കിട്ടാനും വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡായ SILU10 യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് കുടിച്ച് കഴിഞ്ഞൊരു സമാധാനം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കുടിച്ചു ചെയ്തു എന്ന് തോന്നും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴേക്കും അമ്മ വിളിച്ചിട്ടുണ്ട്. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എന്താ ചെയ്യണ്, കിടക്കാണോ, ഇരിക്കുകയാണോ, നടക്കുകയാണോ, നടക്കണ്ട, കാല് ബുദ്ധിമുട്ടാവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. തലേ ദിവസം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇരുന്നോളൂ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോയിക്കോളും, അങ്ങനെ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. പിന്നെ കുട്ടികൾ റെഡി ആയതിന് ശേഷം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ഓരോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലുതായി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ മാക്സിമം ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് നോക്കും കേട്ടോ. ചുച്ചുകുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവൾ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും പിന്നെ ചുച്ചുകുട്ടി ഇട്ട ഡ്രസ്സിനൊരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. റേനക്കുട്ടിക്ക് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ഇതുപോലെ പരിപാടിക്ക് എടുത്ത ഓണം ഡ്രസ്സാണ്. അതന്നെ നോക്കിയപ്പോൾ ചുച്ചുകുട്ടിക്ക് ഏകദേശം അളവാണ്. ബാക്കിൽ സിബ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, തൽക്കാലം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നി വെച്ച് കുത്തിയിട്ട് ഇച്ചു ബേബിക്ക് മാത്രം ഒരെണ്ണം എടുത്തു. 350 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ടൗണിൽ നിന്ന് തലേ ദിവസം. പിന്നെ ഹേസു ചിരിക്കണ്ട, അവര് ശേഖം കൊണ്ട് ചിരിക്കല്ലേ. മെല്ലെ അറിയല്ല. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി എടുത്തതിന് ശേഷമാണ് ടയർ പഞ്ചറായിരിക്കുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിന്നെ അടി ഉണ്ടാവും. കാറാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും. പിന്നെ ഞാനത് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫ്രിഡ്ജിലുണ്ട് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. കാരണം അതെല്ലാം നാശമായി പോവും. ഞാനിങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പൂപ്പൽ പിടിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള സങ്കടം അതിനേക്കാളും ആവും. അപ്പോൾ മഷ്റൂം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ലോണം പനിയായിട്ട് ഓവർ ലീവ് എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് പോയതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ആയി. പിന്നെ എനിക്ക് അടുത്ത സ്റ്റെപ്പ് പോലും എടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. എനിക്ക് എന്താ പറയുക, കരയാൻ പോലും പറ്റുന്നില്ല, ആരോടും പറയാനും പറ്റുന്നില്ല, അവിടെ ആരെയും കാണുന്നില്ല. കാലിൻ്റെ എല്ല് ഡിസ്ലൊക്കേറ്റ് ആയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒന്നും തടഞ്ഞു വീഴാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ശരീരം മൊത്തം ഒരു വിറയലും ഭയങ്കര ക്ഷീണവും തളർച്ചയും
വീണു പോണ പോലെയൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് കാലിലിങ്ങനെ ആയത്. അപ്പോഴേക്കും 2 പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റാതെ കമ്പിയിൽ പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർ നിങ്ങൾക്ക് ലീവ് എടുത്തൂടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും എൻ്റെ കണ്ണൊക്കെ ഇരുട്ട് കയറി കാതൊക്കെ അടച്ച പോലെ എന്തൊക്കെയോ ഒരവസ്ഥയായി. അവസാനം ഞാൻ അവിടെ ചുമരിലിങ്ങനെ ചാരി നിൽക്കുമായിരുന്നു. ആരെങ്കിലും ഒരു മനുഷ്യനുമില്ല, എല്ലാവരും ക്ലാസ്സിലുമാണ്. ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയില്ലേ. പിന്നെ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ താഴെ കിടക്കണു, ചുറ്റും എന്തൊക്കെയോ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ വന്നു, വെള്ളമൊക്കെ തെളിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അവർ ചെയറൊക്കെ തന്ന് ഇരിക്കാൻ പറയും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു നാണം ഉണ്ടല്ലോ, അയ്യോ എല്ലാവരും കാണുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം. എങ്ങനെയൊക്കെയോ അങ്ങനെ കാല് മൊത്തത്തിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ പോയി ഇരുന്നു. 1 പീരീഡ് ഇരുന്നു. സെക്കൻഡ് പീരീഡ് ഞാൻ ബെഞ്ചിൽ ഇങ്ങനെ തലചായ്ച്ച് ഞാൻ ഇതുവരെ അങ്ങനെ കിടന്നിട്ടേയില്ല. എത്രയോ കുട്ടികൾ അങ്ങനെ കിടക്കും, ഞാൻ കിടന്നിട്ടില്ല. പക്ഷേ ഞാൻ കിടന്നപ്പോൾ പിന്നെ സിക്ക് റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു അവർ. അങ്ങനെ കുറേ സംഭവങ്ങൾ, എനിക്കൊന്നും വയ്യ. ഞാൻ എത്രത്തോളം അനുഭവിക്കാൻ പറ്റും അതിൻ്റെ അപ്പുറം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വല്ലാത്തൊരു മാനസികമായിട്ട് തളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ തളർച്ച. എങ്ങനെയെങ്കിലും ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുടെ ഇങ്ങനെ ഘോഷയാത്രയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം നേരെ ഹോസ്പിറ്റലിലെത്തി. എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് ലിഗമെൻറ്റ് സ്പ്രെയിനാണ്. ഫ്രാക്ചർ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, അത് നമുക്ക് ക്യൂർ ആക്കാൻ പറ്റും. പക്ഷേ ഇതാവുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മാറില്ല, തീരെ നടക്കാൻ പറ്റില്ല എന്നായി. ഞാൻ ആദ്യം ചോദിക്കുന്നത് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ എന്നാണ്. കാരണം വീൽ ചെയറിലാണ് ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയിട്ട് ഡോക്ടറെ കണ്ടതും എക്സ്റേ എടുത്തതും എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തീരെ പറ്റൂല, ഒരു 15 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ തീരെ എണിക്കാതെ ഇരിക്കണം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം, നടക്കരുത്, പിന്നീട് ചെയ്താലും ഫുള്ളും ആ ഒരു പെയിൻ ഉണ്ടാവും, ഇത് കുറച്ച് റിസ്ക്കാണ്, ഡേഞ്ചറാണ് ഇങ്ങനെ ലിഗമെൻറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ ആകെ തകർന്നു പോയി. കാരണം അറ്റൻഡൻസ് എന്ന് പറഞ്ഞത് 50% ഒക്കെ ഉള്ളൂ. ഇടയ്ക്ക് ഈ കഴുത്ത് വേദനൻ്റെ കാരണം കൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നു. മൊത്തത്തിലാകെ തളർന്ന് തരിപ്പടായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ നടക്കുന്നില്ല, വീൽ ചെയർ വെച്ചിട്ട് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നീങ്ങിയിട്ട് ഒക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലും ക്ലാസ്സിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ തീരെ വേദന കാരണം നമുക്ക് നടക്കാൻ പറ്റാതാവുമല്ലോ, ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, എനിക്ക് ഒരു 6 മാസം കൂടുമ്പോൾ പഠിച്ചവൻ എന്നെ പറ്റി അങ്ങോട്ട് കിടപ്പിലാക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എണീറ്റ് ഓടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് റെസ്റ്റ് തരാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ കിടപ്പിലാക്കും എന്നുള്ളത്. അതേപോലെ ആ ഒരു സംഭവമാണിത്. അങ്ങനെ ഞാൻ വീണ്ടും കിടപ്പിലായി ഗായ്സ്. പക്ഷേ നമ്മൾ കിടക്കില്ല, നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇതേ ഞാൻ വീണ്ടും എണീറ്റ് എനിക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചെയ്തേ അല്ലേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയോ, നമ്മളറിയാതെ നമ്മളൊരു ഡിപ്രഷനിലേക്കും നമുക്കൊരു ടയേർഡ്നെസ്സും ആകെ ഒരു മടുപ്പ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കും. ചില സമയങ്ങളിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ തീരെ സന്തോഷം ഉണ്ടാവില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ആ ഒരു ഡൾനെസ് എപ്പോഴും ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സെൽഫ് കെയർ ഇടയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു രക്ഷയൊക്കെ നേടാനായിട്ട് പറ്റും കേട്ടോ. അവനവൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാലിങ്ങനെ സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. പിന്നെ നിങ്ങളുടെ ദുആ ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. കുറച്ച് ദിവസം വീഡിയോ കാണാതാവുമ്പോഴേക്കും ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യണത് കാണാം, കമൻറ്റ് ചെയ്യണത് കാണാം, എവിടെ സിലുത്ത പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുറത്തുനിന്ന് ഒരുപാട് പേരെ കാണുന്നുണ്ട്, അവരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷനും സന്തോഷവും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി ഒരു 1 മണിക്കാണ്. കുട്ടികൾ ഉറങ്ങാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് കോഴിക്കോട് ഷൂട്ടുണ്ട്, അതിനും വേണ്ടിയിട്ട് ഞാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മേ ബി ഞാൻ ചിലപ്പോൾ കോഴിക്കോടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ദുആ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം തുടർന്നും. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങളിൽ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ വന്നിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.